എന്തുകൊണ്ട് അപ്പം എന്നെ വഴിതെറ്റിപ്പോയി? ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നു. എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എന്റെ അന്നെ അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ഛമ്മ വിളിച്ചോ എന്നെ ഒരു നോക്ക് കാണാനോ? പച്ചയ്ക്ക് പറയാ, ഞാൻ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാരെയും ഇല്ല. എന്നെ ഒന്നും ഞങ്ങൾ ആരും അവന്റെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അവന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നവരും എന്ത് കണ്ടിട്ടാന്ന് നമുക്ക് സാധാരണ വിവരമുള്ള മനുഷ്യർക്ക് ഒരു ബ്രസ്റ്റിനെ ഉള്ളൂ ദൈവവാഹിതന് പുറത്തോട്ട് വന്നിട്ടില്ല. ആ റൈറ്റ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് അതിലെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 എപ്പിസോഡായിട്ടുള്ള ഇൻ്റർവ്യൂ ഫുള്ളും പുറത്ത് വന്നിട്ടുണ്ട്. 2 എണ്ണം വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തോടു കൂടി 3-ാമത്തെയും വന്നു. ഈ 3-ാമത്തെ വന്നെങ്കിലും ഈ ചിത്രയോടുണ്ടല്ലോ വീണ്ടും വെറുപ്പായി തുടങ്ങുകയാണ്. ചിത്ര ഇതിനകത്ത് വന്നിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ 3-ാമത്തെ ഇൻ്റർവ്യൂവിലും ഈ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് രേണുവിൻ്റെ ചേച്ചിയോടും കൂടെ ചോദിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ രേണുവിന് ഇത്രയും ഒരു ശത്രുത എല്ലാവരിൽ നിന്നാക്കി കൊടുത്തത് രേണുവിനെ ഇഷ്ടപ്പെടുന്നവരും കൂടെ വെറുത്തു തുടങ്ങിയത് ചിത്ര ഒറ്റ ഒരു വ്യക്തി കാരണമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതിന് അവർ തന്ന മറുപടി. രേണുവിൻ്റെ സ്വഭാവം പൊതുവേ നമുക്കറിയാം. എന്നാ ചോദിച്ചാലും രേണുവിൻ്റെ വായി വരുന്ന രീതിക്ക് രേണു വിളിച്ച് പറയുന്ന സ്വഭാവമാണ്. നേരത്തെ രേണുവിനെ ഈ അസുഖമൊക്കെ വരുന്നതിന് മുന്നേയും നിങ്ങൾ പറയുന്നു രേണുവിനെ എല്ലാവരും ഇട്ട് ആക്രമിക്കുന്നത്. വായിൽ നിന്ന് വന്ന വാക്കുകളും പറയുന്ന രീതിയും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടാണ് ശരിക്കും എല്ലാവരും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരുന്നു. ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് ചിത്രയുടെ ഇന്നലത്തെ കുറച്ച് വീഡിയോയുടെ ഇന്നലല്ല മിനിഞ്ഞാന്ന് വന്ന വീഡിയോ എന്തത് മിനിഞ്ഞാന്ന് വന്ന വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഇന്ന് വന്ന വീഡിയോയ്ക്കകത്ത് കാര്യങ്ങളോട് കുറച്ച് കാണിക്കാം. ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവരിതെല്ലാം പറഞ്ഞുകൊണ്ട് വെക്കുന്ന എവിടെ നിന്നറിയോ? സുധിയുടെ വീട്ടുകാരുടെ അടുത്തും പിന്നെ ഈ കിച്ചുവിൻ്റെ അടുത്തുമാണ്. ആ കിച്ചുവിനെ സത്യം പറഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും ഇങ്ങനെയിട്ട് ആക്രമിക്കുന്ന കാണുമ്പോഴത്തേക്ക്. അപ്പനും ഇല്ല അമ്മയും ഇല്ല, ഒറ്റയ്ക്ക് ഒരു കൂടപ്പിറപ്പെന്ന് പറയാൻ പോലും ഇപ്പം ഋതപ്പനുണ്ടെന്ന് പറഞ്ഞാലും അതിനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന പ്രായമാണോ കൊച്ചിന്? ഒരിക്കലുമല്ല. ഈ കൂടെ ആകെപ്പാടെ ഉണ്ടെന്ന് പറയാണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരു കൊച്ചു മാത്രമാണ് എപ്പോഴും കിച്ചുവിൻ്റെ കൂടെ ഉള്ളത്. അതുപോലെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് കിച്ചു ഇത്രയൊക്കെ. കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ മച്ചാനത് പറയുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ടാണ് മനോജ് ചേട്ടൻ അതിനെതിരെ സംസാരിച്ചത്, കിച്ചുവിന് സപ്പോർട്ടായിട്ട് സംസാരിച്ചത്, കിച്ചുവിനെ ഉപദ്രവിക്കുന്നവർക്കെതിരെ സംസാരിച്ചത്. അപ്പോൾ അതിനകത്ത് കിച്ചു ആകെപ്പാടെ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അച്ഛൻ പോയതോടുകൂടിയാണ് എല്ലാം എനിക്ക് മനസ്സിലായത്, എനിക്കൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാന്നുള്ള മനസ്സിലായതും അന്നേരം തൊട്ടാണ് ഓരോ കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതുവരെ കിച്ചൻ ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കിച്ചൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ സുധി മദ്യപിച്ചേച്ച് വന്ന് വിഷയം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കിച്ചു ആ സമയത്ത് സുധിയോടുണ്ടാക്കിയ ആ വഴക്ക് അത് വേണ്ടിയിരുന്നില്ല എന്ന് കിച്ചുവിന് തോന്നിയിട്ടുണ്ട്. അതൊരു വിഷമമായിട്ട് കിച്ചുവിൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക. ആരും ഇറക്കി വിടാത്തൊരു വീട്. ആരും കുറ്റം പറഞ്ഞിട്ടില്ല കിച്ചു. ആ ഒരു വീഡിയോക്കകത്ത് ഈ രേണുവിനെയോ രേണുവിൻ്റെ ഫാമിലിയിലുള്ളവരെയോ അതൊന്ന് ചെറുതായിട്ട് പോലും സംസാരിക്കുന്ന ഋതപ്പൻ്റെ കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഇൻ്റർവ്യൂ എടുത്ത ആൾക്കാർ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് കേട്ടോ. അതൊക്കെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങൾ മാത്രം. പുറത്ത് അവരുടെ ലൈഫിലുള്ള ഫാമിലിയിലുള്ള കാര്യങ്ങളൊന്നും കൊണ്ടൊന്ന് പുറത്തിടാതെ കിച്ചു എന്നതാണെന്ന് അവർക്ക് അറിയണമായിരുന്നു. കിച്ചുവിന് മുന്നിട്ടുള്ള കാര്യങ്ങൾ അറിയണമായിരുന്നു. കിച്ചുവിൻ്റെ ബിസിനസ്സിനെ പറ്റി അറിയണമായിരുന്നു. കിച്ചു നേരത്തെ അധികം സംസാരിക്കത്തില്ലായിരുന്നു. അത് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറി വന്നതെന്ന് അറിയണം. അതൊക്കെ ഉള്ളൂ. അല്ലാതെ മറ്റേ കോട്ടയത്തുള്ളവർ എന്നാ കാണിച്ചു, കോട്ടയത്തുള്ളവർ എങ്ങനെയാണ് രേണുവിൻ്റെ അസുഖത്തെ പറ്റിയോ അല്ലെങ്കിൽ അമ്മയുടെ സബിനെ പറ്റിയോ ഈ വക യാതൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. അതാ പറഞ്ഞേ, ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് ഈ ചോദ്യം ചോദിക്കുന്നവർക്കും. ഇനിയിപ്പോൾ നമ്മളോട് ഇന്ന ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞാലും നമുക്കൊരു അന്തസ്സില്ലേ, അത് അങ്ങോട്ട് ചോദിക്കാൻ കൊള്ളാമെന്നാണോ എന്നുള്ളത് ഇപ്പുറത്തിരിക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കണ്ടേ? ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വെറും കച്ചറ ചാനലാണ് ഈ ചിത്രയുടെയൊക്കെ. അതിന് പറ്റിയത് ഇതും. എന്നിട്ട് ന്യായീകരണോട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര ന്യായീകരണമായിരുന്നത്. ചിത്രയൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് പോയി കാണുക. അവരൊക്കെ ക്വാളിറ്റി മനസ്സിലാക്കുക. നീ അവരൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവരെ വിളിച്ചൊന്ന് ചോദിക്കുക, എങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണിത് ഒരാളോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രേണുവിനെ ഇത് മിനിഞ്ഞാൻ നിന്ന ഇൻ്റർവ്യൂയുടെ കുറച്ച് ആൾക്കാർ അത് ഞാൻ പറയാനിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. അത് ഇതിനകത്ത് ഞാൻ ഇന്നലെ ഇട്ട് ചിത്രം ഇട്ടതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാൻസർ ജേണിയിൽ ഞങ്ങളും ഉണ്ട് രേണു, ഞങ്ങളൊപ്പം ഉണ്ട്, കൂടെ പൊക്കോളാൻ പറഞ്ഞ ആരും ഒരു മെസ്സേജും ഇല്ല, അവരോട് വിളിയില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവര്, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവര് എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല. എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവര്, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവര് വരാം രേണു, ഞങ്ങൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് വരാം കേട്ടോ, ഞങ്ങൾ വന്നിരിക്കും. ആരും വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എന്നെ കാണാൻ. സോഷ്യൽ മീഡിയക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാവരും ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. റീച്ചുണ്ടാക്കിയവരെ മാത്രമല്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്ന് തോന്നിയതാണ്. ഈ സജിന ഒരുപാട് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. രേണുവിനെ കാണാൻ പോവുകയും അവർ വന്ന് പോസ്റ്റ് ഇടുന്നതിനൊക്കെ അവർക്ക് ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ് ഈ സജിന. പക്ഷേങ്കിൽ ഈ സജിനയുടെ ഒരു പേര് ഇത്രയും ഇൻ്റർവ്യൂ നടക്കാനകത്ത് ഒറ്റ പ്രാവശ്യം പോലും രേണു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. രേണുവിന് പറയാമല്ലോ, കരീഷ്മ എൻ്റെ കൂടെ നിൽക്കുന്ന ഒപ്പം തന്നെ എന്നെ സപ്പോർട്ട്, അല്ലെങ്കിൽ എൻ്റെ സജിന പറയുന്നത് ആ വീട്ടിലെ ഒരു രേണുവിൻ്റെ ഒരു കൂടെ
കൂടപ്പുറപ്പെന്നാണ് സജിന എല്ലാത്തിനകത്തും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അച്ഛനെയും അമ്മയും എൻ്റെ അച്ഛൻ്റെ അമ്മയും പോലെ തന്നെയാണ് കാണുന്നത്. രേണുവിൻ്റെ ചേച്ചിയെ പോലെ തന്നെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ സജിനെ പറ്റി ഒറ്റ ഒരിടത്ത് അല്ലെങ്കിൽ പറയാമല്ലോ, സനി ചേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരുടെ വായിന്ന് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ നിമിഷം വരെ പറയുന്നത് കേട്ടിട്ടില്ല. രേണുവിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സജിന. ഇന്ന് വരെ കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിനകത്താണെങ്കിലും ഇതിന് മുന്നിലത്തെ ഇപ്പോൾ 3 ഇൻ്റർവ്യൂ നടന്നു. ആ 3 ഇൻ്റർവ്യൂവിനകത്ത് കരിഷ്മയെ പറ്റി പറയുന്നുണ്ട്, പിന്നെ അനുമോൾ വന്ന കാര്യം പറയുന്നുണ്ട്, ആദിലനൂർ വന്ന കാര്യം പറയുന്നുണ്ട്, പിന്നെ ബിന്നി വന്ന കാര്യം പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പുള്ളിക്കാരി വന്നെന്നോ അല്ലെങ്കിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് സജിന ചേച്ചി തരുന്നത് എന്ന് ഇന്ന് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ടാണ്. കേറട്ടെ, സന്തോഷം, കേറട്ടെ, കേറി വിന്നാകട്ടെ, സന്തോഷം. നമ്മൾ എന്തായാലും അതിനകത്തൊന്നും കാണാനും പോകുന്നില്ല. കാരണം എനിക്കിവിടെ വയ്യാതെ കിടക്കും, TV ഓൺ ആക്കുന്നില്ല, നമ്മളവിടെ കിടപ്പായിരിക്കും. സന്തോഷമേ ഉള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് എന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഈ കിടക്കുന്ന ആളുടെ ഒരു വീഡിയോ ഇന്നലെ സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പച്ചത്തെറി വിളിച്ചുകൊണ്ടുള്ളത് വ്ളോഗർമാരെയൊക്കെ തെറി വിളിച്ച് എന്നതിനാണ് അതിപ്പോൾ ഇറക്കിയേക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല ചീത്ത വിളിച്ച് ഇത്രയും എനർജിക്കായിട്ടിരുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആ ഒരാൾക്കാണ് കിച്ചു അതുപോലെ ബിഗ് ബോസിൽ പോയാൽ ഒരു പ്രാവശ്യം പോലും വീഡിയോ ഒന്ന് കാണാനുള്ള സമയമൊന്നും ഇല്ല, എനിക്ക് വയ്യ ഞാൻ. പക്ഷേ ഇന്നലത്തെ ആ ഒരു എനർജി ആയിട്ടുള്ള ചീത്തവിളി കേട്ടാൽ പറയുകയല്ലോ ഇത്രയും ക്ഷീണോ ഔഷധമുള്ള ആളാന്ന് പറയത്തില്ലല്ലോ. ഇതിപ്പം കിച്ചു ബിഗ് ബോസിൽ പോകുന്ന കാര്യത്തിൽ ഞാൻ ആദ്യമേ വീഡിയോ രേണു ഇതിനൊക്കെ മുന്നേ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബിഷപ്പ് ഒക്കെ അത് ഉൾപ്പെടുത്തി ഒരു വിഷയം ഉണ്ടായിരുന്നു കിച്ചുവിനെതിരായിട്ടുള്ള. ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം കിച്ചു ബിഗ് ബോസിൽ പോകുന്നത് തന്നെയാണ്. അവിടെ ഓരോ ടാസ്ക് വരുമ്പോഴത്തേക്ക് ഫാമിലി ലൈഫ് പറയാൻ വരുന്നുണ്ട്, സ്റ്റോറി പറയാൻ വരുന്നുണ്ട്. ആ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ജീവിച്ച ചെറുപ്പം മുതലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ആരാന്ന് അവരോട് പറയണം. അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് എന്നതെങ്കിലും പുറത്ത് പോകുമെന്നുള്ളത് പുള്ളിക്കാരിക്ക് നല്ല ഭയമുണ്ട്. പിന്നെ കിച്ചു അതിൽ പോയി അതിലൊരു സ്റ്റാൻഡ് ആകുമോ എന്നുള്ള ഭയവും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കിടന്ന് വെപ്രാളപ്പെടുന്നത്. ഇനി രേണു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സുധീയുടെ അമ്മയാണ് പറയുന്നത്. സുധീയുടെ അമ്മ പറയുന്നത് പറഞ്ഞാൽ 11 വയസ്സ് വരെ അവർ വളർത്തിയ കൊച്ചിനെ ഞാൻ 11 വയസ്സ് തൊട്ടാണ് വളർത്തിയത്. 18 വയസ്സ് തൊട്ട് നടപ്പോൾ അവരുടെ അടുത്തും 11ാമത്തെ വയസ്സ് തൊട്ടൊക്കെയാണ് അവരുടെ അടുത്ത് ഇങ്ങോട്ട് പോരുന്നത്. അതുവരെ വളർത്തിയ അവരുടെ അടുത്തുനിന്ന് എൻ്റെ അടുത്ത് വന്നതിന് എൻ്റെ അടുത്ത് 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഞാൻ അവനെ വളർത്തി. ആ വളർത്തിയ രേണുവിനല്ല പ്രശ്നം, സുധിയുടെ അമ്മ വളർത്തിയതുകൊണ്ടാണ് കിച്ചു മോശമായ രീതിക്ക് പോയത്. 11 വയസ്സുള്ള കൊച്ചിന് എന്നാ തിരിച്ചറിവുണ്ട്, എന്നാ പ്രായമുണ്ട്. ആ പ്രായം ചിന്തിക്കുക, 11 വയസ്സ്. ആ വയസ്സുള്ളൊരു കൊച്ച് ഏത് മോശമായിട്ടുള്ള രീതിയിലേക്കാണ്, അതിക്കല്ല അതിൻ്റെ താഴോട്ടുള്ള പ്രായത്തിലല്ലേ അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ പ്രായത്തിൽ ആ കുഞ്ഞ് എന്നാ മോശം ഇത് പഠിച്ചെന്നാണ് പറയുന്നത്. സുധി മരിച്ചതിന് ശേഷമാണ് കിച്ചു ഒരു മോശം ഒരിതിലേക്ക് പോയെന്നാണ് പറയുന്നത്. നമുക്ക് രേണു പറയുന്ന കാര്യം നോക്കാം. ഇതിനകത്ത് സത്യം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എത്രയാണെന്ന് പറഞ്ഞാലും ഒരു അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു പോകുന്നത്, അതിനി എത്ര തല്ലിപ്പൊളി ആയിട്ടുള്ളൊരു മകൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ മകൻ ഈ ലോകത്തുനിന്ന് പോയാൽ ബാക്കി ആരും ഓർത്തില്ലെന്ന് പറഞ്ഞാലും ആ അമ്മ മരണം വരെ അത് ഓർക്കും. കാര്യം അവർ നൊന്ത് പ്രസവിച്ച ഒരു മകനാണത്. ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും ചെറുപ്പം മുതലെയുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിൽ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കും. അത് എപ്പോഴും അവർ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ലെന്നേ ഉള്ളായിരിക്കാം. പക്ഷേങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മകൻ്റെ വേർപാട്, ഇനി അവൻ ഈ ലോകത്തില്ല, അവനെ എനിക്കിനി കാണാൻ പറ്റുകയില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ല വിഷമം ഉണ്ടാകും. അത്രയും ഒരു മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മ ആ മരിച്ചുപോയ മകൻ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമുണ്ട്. അതിനെ കൂടെ നിർത്തി ആ നിൽക്കുന്നിടത്തിന് അവരെ പറയുന്ന കാര്യങ്ങളാണ് മകൻ്റെ ഭാര്യ. കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിനെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ഛമ്മ നോക്കി കുട്ടിയല്ലേ അത്, അല്ലേ എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്, ഞാൻ നന്നായിട്ട് നോക്കിയില്ല. 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ തൊട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ട് അപ്പം എന്നെ വഴിതെറ്റിപ്പോയി ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ഛമ്മ വളർത്തിയ കുട്ടി അങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വെല്ലിച്ചനും വെല്ലിനും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ചെന്നതിന് ശേഷം എപ്പോഴാണ് വഴിതെറ്റി പോയേക്കുന്നത് രേണു? നിങ്ങൾ ഈ പറയുന്നൊക്കെ എതിരിയിരിക്കുന്ന ആ പുള്ളിക്കാരി ഉണ്ടല്ലോ, സത്യം പറഞ്ഞ അക്ഷരം തെറ്റാതെ പൊട്ടൻ എന്നൊക്കെ ഇവരെയാണ് വിളിക്കേണ്ടത്. പൊട്ടൻ എന്നല്ല, പൊട്ടി എന്ന് വിളിക്കേണ്ട ഇവരൊക്കെയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഈ കിച്ചു എന്ന് പറയുന്ന ആളെ പറ്റി കേട്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് എന്ന് എനിക്ക് ഒരു ഗ്ലിസറിന് കൊണ്ടാന്ന് തോന്നി ഇവിടെ വന്നേന്ന് തോന്നുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നിറയുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്ലിസറിൻ കൊണ്ടുവന്ന് വെച്ച് കരഞ്ഞിരിക്കുക, അല്ലാതെ കരയാൻ മാത്രമുള്ള സംഭവം ഒന്നും ഇതിനകത്ത് ഇവർ രേണു പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രേണു പറയുന്നത് 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ വളർത്തി. ഇപ്പോൾ കിച്ചു നല്ല കുഞ്ഞായിരുന്നു, ഒന്നും മോശമായിട്ട് പോയില്ല. ഈ 18 വയസ്സ് കഴിഞ്ഞ് ഈ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയതിന് ശേഷമാണ് മോശമായി പോയെന്നാണ് പറയുന്നത്. അവിടെ ചെന്നതിന് ശേഷം ആ കൊച്ചു രക്ഷപ്പെട്ടു. അതിന് ഓരോ ബിസിനസ് തുടങ്ങി, അതിൻ്റെ ചാനൽ കാര്യങ്ങൾ അങ്ങനെ. പക്ഷെ ഒരിക്കലും അവൻ്റെ അച്ഛനെ വിറ്റ് ജീവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. അവന് സുഖമായിട്ട് ആ ചാനൽ കൊണ്ട് പോകാം. അവൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ, അവൻ്റെ അച്ഛൻ്റെ പഴയ കഥകൾ, നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞാൽ മതി, അവന് ഇഷ്ടം പോലെ റീച്ച് കിട്ടും, നല്ലപോലെ റീച്ച് കിട്ടും.
അവന് വേറെ ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ കുഞ്ഞിലെ ഇങ്ങനെ അനുഭവിച്ചിരുന്നു, എൻ്റെ അമ്മ, അവൻ്റെ ആദ്യത്തെ അമ്മ, അവന് ഓർമ്മ വെച്ച നാളുള്ള കഥകൾ ചുമ്മാ അവൻ പറഞ്ഞാൽ മതി ചാനലിനകത്തൂടെ. അവന് നല്ലപോലെ റീച്ച് കിട്ടും. അവന് ഒരു രൂപ പോലും മേടിക്കേണ്ട, സുഖമായിട്ട് ഒരു ശകലം പോലും ശരീരം വേർക്കാതെ അവന് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവൻ അങ്ങനെയാണോ ചെയ്തത്? സഖി കെട്ടപ്പം എന്നതൊക്കെയോ വന്ന് പറഞ്ഞെന്നുള്ളതല്ലാതെ ആ കൊച്ചു വേറെ ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം തന്തയെ വിറ്റ് ജീവിക്കാൻ അത് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് കഴിഞ്ഞേച്ച് അത് അതിൻ്റെ ജോലി, അതിനൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിലൂടെ അത് കയറി പോകാനാണ് നോക്കിയത്. അല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ സഹതാപത്തോടുകൂടി ജീവിക്കാനോ, എനിക്കൊന്നുമില്ല, എനിക്ക് ആരുമില്ല, എന്നെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കുക എന്നൊന്നും പറഞ്ഞൊന്നും ജീവിക്കാനല്ല വന്നത്. അവന് കഷ്ടപ്പെടണം, ജോലി ചെയ്യണം, അവനൊരു ബിസിനസ് തുടങ്ങണം, സ്വന്തമായിട്ടൊരു കിടപ്പാടം വേണം, ആരും ഇറക്കി വിടാത്തൊരു വീട്ടിൽ അവന് കിടക്കണം. അതൊക്കെയുള്ള അവൻ്റെ മനസ്സിലെ ആഗ്രഹം. അല്ലാതെ നിങ്ങളെ നശിപ്പിക്കണമെന്നോ, നിങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിട്ടേച്ച് ആ വീട്ടിലോട്ട് ഇവന് കയറി താമസിക്കണമെന്നോ അങ്ങനൊന്നും ആഗ്രഹമില്ല കൊച്ചിന്, ഒന്നുമില്ല. ഇന്ന് കിച്ചുവാണ് നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾ കേസിനും വഴക്കിനും ഒക്കെ പോകും. നിങ്ങൾ കേസിനും വഴക്കിനും പോയി ആ വീട് നിങ്ങളുടെ കൈക്കലാക്കാൻ തന്നെ നിങ്ങൾ നോക്കും. പക്ഷെ അവൻ ആ ഒരു വശത്തേക്ക്, ആ വശമേ അവന് വേണ്ട. ഒരു പക്ഷേ ഈ കിച്ചുവിൻ്റെ ജീവിതത്തിലെടുത്ത രണ്ട് തെറ്റുകൾ എന്നായിരിക്കും എന്നറിയാമോ? രണ്ട് തെറ്റുകൾ. ഒന്ന്, നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. സുധി ചോദിച്ചപ്പം നമ്മുടെ അമ്മയെ വേക്കൂട്ടത്തിൽ കൂടെ അമ്മയായിട്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതായിരിക്കും ഒരു തെറ്റ്. രണ്ടാമത്, ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഫ്ലവേഴ്സുകാർ ചോദിച്ചായിരുന്നു, നിനക്ക് എവിടെ വേണം, ഏത് സ്ഥലത്ത് വീട് വെക്കണം എന്ന് നീ പറയാന്ന് കിച്ചുവിനോടായിരുന്നു ചോദിച്ചത്. നീ പറ, അവിടെ നിനക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പം കിച്ചു ഒരു നിമിഷം ചിന്തിക്കലത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും മതി വീട് എന്നൊരു വാക്ക് കിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട് അവിടെ എവിടെയെങ്കിലും വരുവുള്ളായിരുന്നു. അവിടെ എവിടെയില്ല, കൊല്ലത്ത് എവിടെയെങ്കിലും വരുവുള്ളായിരുന്നു. പക്ഷെ അന്നേരം കിച്ചു പറഞ്ഞതെന്നറിയോ, രേണുവിൻ്റെ വീട്ടുകാരവിടാണ്, ഋതപ്പൻ അവിടെ ഉണ്ട്, അമ്മ അവിടെ ഉണ്ട്, അതൊക്കെയാണ് ഞാൻ നോക്കിയത്, അവർ എവിടാണോ സേഫ് അതാണ് ഞാൻ നോക്കിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നു? നിങ്ങൾ അല്ലെ പറയല്ലോ മോനെ കോട്ടയത്ത് വേണ്ട, നമുക്ക് അച്ഛൻ്റെ നാട്ടിൽ തന്നെ മതി വീട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പം ഇരുന്ന് ഓരോരോ ആ പ്രായം ചെന്ന ആ അത്രയും വാർദ്ധക്യത്തിൽ എത്തിയ ആ അമ്മേനെയും ആ സുധിയുടെ ചേട്ടൻ്റെ ഭാര്യ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭാര്യയൊക്കെ അവർക്ക് അങ്ങനെ വന്നിട്ടില്ല. കിച്ചുവിൻ്റെ എന്നതോ ഒരു പരിപാടിയുടെ കാര്യത്തിന് മാത്രമേ വന്നിട്ടുള്ളവർ. അത് നിൽക്കാൻ അവർക്ക് യോഗ്യത ഉള്ളതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ആ സുധിയുടെ ചേട്ടനും ആ ഭാര്യയ്ക്കും ആ കിച്ചുവിൻ്റെ ഒപ്പം അവൻ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവരതുപോലെ അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെയാണ്. എന്നിട്ടിപ്പോൾ 11 ദിവസം വരെ വളർത്തി 18 വയസ്സ് വരെ വളർത്തിയ കൊച്ച് ചീത്തയായി പോയത് അവരുടെ കുഴപ്പം കൊണ്ടാണ്. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇനി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഈ പുള്ളിക്കാരി ഒരു ചാനലിനകത്ത് ഇവർ ഈ രേണുവിൻ്റെ വീഡിയോ ഇട്ട കൂട്ടത്തിൽ ഒരു തമിഴ്നയിലിട്ടായിരുന്നു. അതിനകത്ത് ഇട്ടത്, എന്നെ ചതിച്ചു പൊട്ടിക്കരഞ്ഞ് രേണുസുതി, എൻ്റെ നീരും മാംസവും അവൻ ഊറ്റി കുടിച്ചു. ഇതാണ് ഇവർ കൊടുത്തേക്കുന്ന ഒരു തമനയിൽ. ഇവർ തമനയിൽ വെച്ചേക്കുന്നതിനാണ് വലിയ ഡയലോഗ് അടിച്ചത്. ആ ഒരു ഇതിനകത്ത് വന്ന് ഇവർ കാര്യങ്ങൾ പറഞ്ഞത് തമനയിലിൻ്റെ വിഷയമാണ്. അത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾ വെച്ചേക്കുന്ന ഒരു തമനയിലാണ് ഈ രേണു ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഇത് ഈ ഒരു തമനയിൽ കാണുന്നവർ വിചാരിക്കുന്നത്, കിച്ചു എന്നെ ചതിച്ചു, രേണു പൊട്ടിക്കരഞ്ഞു, എൻ്റെ നീരും മാംസം അവൻ ഊറ്റി കുടിച്ചെന്നാണ് പറയുന്നത്. അവൻ ഇതിനകത്ത് ഇപ്പോൾ രേണു പറയുന്നത് നിങ്ങൾ കേട്ടോണേ. അയ്യോ, ആ സമയത്ത് സഹായം ചെയ്യാന്നൊക്കെ പറഞ്ഞവര് പോലും പിന്നെ എന്താന്ന് പോലും തിരക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തതല്ല. ഞാൻ എൻ്റെ ആ അവസ്ഥ, ഓരോ മനുഷ്യരുടെ ഓരോ അവസ്ഥ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ, എൻ്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റിക്കുടിച്ചവർ പോലും എന്നെ ഒരു വിളിച്ചോ, എന്നെ ഒരു നോക്കി കാണാനോ, പച്ചയ്ക്ക് പറയാം, ഞാൻ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാവരെയും ഇല്ല, എന്നെ ഒന്നും വിളിച്ച് തിരക്കാത്താണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാനിപ്പോൾ ആലോചിക്കും, ഇതാണ് ക്യാൻസറിൻ്റെ ചുരുക്കം. ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ആയ കാലത്ത് എൻ്റെ രക്തവും മാംസവും ഊറ്റി കുടിച്ചവർ പോലും വന്നിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവർ വന്നു. ഇതാണ് രേണു പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും കിച്ചുവിൻ്റെ പേര് അവർ പറഞ്ഞിട്ടുണ്ടോ? എങ്ങും പറഞ്ഞിട്ടില്ല. ഇവരെ വെച്ച് ഷൂട്ട് നടത്തിയവരും ഇവരെ വെച്ച് റീൽ എടുത്തവരും ഒക്കെയാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. അവരെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അവരാരും ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിലൊരു പാഠമുണ്ട് രേണു. ആവുന്ന കാലത്ത് ഓരോരുത്തരുടെ കയ്യിൽ കുന്തളിപ്പ് മൂത്ത് ചാടി മറിഞ്ഞ് നടക്കുമ്പോൾ ഓർക്കണം, ഈ ഒരു പ്രായം കഴിഞ്ഞ് പോകും, മൊത്തവും നാണക്കേട് മാത്രമേ അവസാനം കൂടെ കാണുകയുള്ളൂ എന്ന് ചിന്തിക്കണം. അവസാനം നമുക്ക് ചീത്തപ്പേര് നാണക്കേട് മാത്രമേ കാണത്തുള്ളൂ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ്. നിങ്ങളൊരു ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീ എന്നുള്ള ഇതുകൊണ്ട് മാത്രമല്ല, ഇനി ഭർത്താവ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിലും വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ ആണെങ്കിലും ഇങ്ങനെയുള്ള കോലങ്ങൾ കെട്ടി ഈ ആണുങ്ങളുടെ തോളെ കയറി നടന്നു കഴിഞ്ഞാൽ ആവുന്ന കാലത്തൊക്കെ അവരൊക്കെ അത് ഇഷ്ടപ്പെടും, അവർ കൊണ്ടു നടക്കുകയും ചെയ്യും. പക്ഷെ അവർക്കൊക്കെ അവരുടെ കുടുംബം കഴിഞ്ഞ് വേറെ ഒന്നും കാണുകയില്ല. അവരുടെ കുടുംബം തന്നെയായിരിക്കും അവർക്ക് വലുത്. നിങ്ങൾക്ക് റീച്ചുള്ള സമയത്ത് നിങ്ങളെയല്ല, നിങ്ങൾ തന്നെ അവസാന സമയത്ത് നിങ്ങളെപ്പറ്റി മോശമായിട്ട് ഏത് ഈ അസുഖം വരുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഈ ഒരു അസുഖമാണെന്ന് പറയുന്നത്, ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടൊരു കടപ്പുറത്തുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളോട് അഭിനയിക്കാൻ വിളിച്ചിട്ട് ആരും വന്നില്ല. ആ സമയത്ത് ഷെബീന ബീബിയുടെ ചാനലിനകത്ത് ഓരോ കാര്യങ്ങളും പുറത്ത് വന്ന് നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായി പോയി. അവരെ കൊണ്ട് പറയിപ്പിച്ചാണ് നിങ്ങൾ, അല്ലാതെ അവർ പറഞ്ഞതല്ല, അവരെ കൊണ്ട് പറയിപ്പിച്ചാണ് നിങ്ങൾ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്നാ ചെയ്തു?
ആ ഒരു പ്രശ്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന, നിങ്ങൾ സിനിമയിൽ പോലും വേഷം മേടിച്ച് കൊടുത്ത ആൾക്കാരെ വിളിച്ചപ്പം പോലും നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ വന്നില്ല, ആരും വന്നില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം നിങ്ങളെ കൈയൊഴിഞ്ഞ് പോയില്ലേ. അതാണ് പറഞ്ഞത്, ഒരു രോഗം വന്നാലും ഒരു നെഗറ്റീവ് വന്നാലും ഉണ്ടല്ലോ, ആരും കാണുകയല്ല കൂടെ, നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു മോശം അവസ്ഥയിലേക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങളെ താങ്ങി നിർത്തുന്ന കിച്ചുവായിരിക്കാം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നത്. അന്നേരം നമ്മൾ കരഞ്ഞിട്ടോ കാലിട്ടടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് തെറ്റ് ഇപ്പം തന്നെ ഈ രോഗാവസ്ഥയെന്ന് പറഞ്ഞാൽ തന്നെ പല കാര്യങ്ങളും ചിന്തിക്കാനുള്ള അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. ആ സമയത്ത് പോലും നമുക്കൊരു പനി പോലും വന്ന് നമ്മളൊന്ന് കിടക്കുമ്പോൾ നമ്മൾ പലതും നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടും, പല കാര്യങ്ങളും നമ്മൾ ഓർക്കും. നമ്മൾ നല്ലത് ചെയ്തതും ചീത്ത ചെയ്തതും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് കാണിക്കുന്നതിന് ആ കൊച്ചിനെ കരിവാരി അതിനെ വേദനിപ്പിക്കുക. ഇനി ഈ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിച്ച് പുള്ളിക്കാരി പിന്നെ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്, ഇത് ആദ്യം എടുത്തതാണോ അവസാനം എടുത്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു വീഡിയോ എടുക്കുമ്പം ആ സുധി നിലയോ എന്നൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ വാതിക്കാൻ നിന്നൊക്കെയാണ് എടുക്കുന്നത്. ഇത്രയും ഇവരോട് ചോദിച്ച് ഇത്രയും കിച്ചന് ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തതൊന്നും പുള്ളിക്കാരിക്ക് പോരാ, ഏത് ചിത്രയ്ക്ക് പോരാ. അടുത്ത ഇനി രേണുവിൻ്റെ ചേച്ചിയെ കൂടെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അവരോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് വെക്കാം. ഉദിച്ചേട്ടന്റെ ചെലവിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു, അതായത് എന്തിന്റെ ബേസിലാണ് അത് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനും ഇപ്പൊ ഈ രേണുവിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അതുവരെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ അങ്ങനെ എനിക്കും അറിയത്തില്ലാത്തത്. ഞാൻ അന്നും പറയും, സഹോദരങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കും വാങ്ങും, അതൊക്കെ ഒരു ബാധ്യതയായിട്ടൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു കടമയുണ്ട്, നമ്മുടെ സഹോദരങ്ങളെ അല്ലെ മാതാപിതാക്കളെ നോക്കാന്നുള്ള ഒരു കർത്തവ്യം നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ അവർ നോക്കുമെന്നുള്ളതല്ല, നമ്മളത് നല്ല വൃത്തിക്ക് ചെയ്ത് തീർക്കുക. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യം എന്നാ നിങ്ങൾക്ക് അറിയാവോ? കിച്ചു ഇടയ്ക്കൊരു രേണു ഗൾഫിൽ പോയ സമയത്ത് കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞായിരുന്നു. ആ സമയത്ത് കിച്ചു പറഞ്ഞായിരുന്നു, അച്ഛൻ ഒരാളാണ് ആ കുടുംബത്തിലെ മുഴുവൻ ചെലവും നടത്തുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അന്ന് കിച്ചു പറഞ്ഞ കാര്യമാണ് ഇപ്പം ഈ എടുത്തിട്ടേക്കുന്നത്. ചിത്രയ്ക്ക് അതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ, അതൊക്കെ നല്ല ഓർമ്മയുണ്ട് ചിത്രയ്ക്ക്. പക്ഷെ വേറെ രേണു കിച്ചുവിനെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിത്രയ്ക്ക് ഓർമ്മയില്ല, ചിത്ര കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ജന്മങ്ങളൊക്കെയാണോ ഇതൊക്കെ? ഒരു തന്തയും തള്ളയില്ലാത്തൊരു കുഞ്ഞിനെ ദ്രോഹിക്കാൻ വേണ്ടി കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ. ചേച്ചി രേണു ചേച്ചിയുടെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കും. കിച്ചു വിളിക്കാത്തതിൽ അല്ലെ കിച്ചുവിന്റെ കാര്യത്തിൽ ഒരു സഹോദരി എന്ന നിലയിൽ ചേച്ചി അമ്മേനെ പോലെ സ്നേഹിച്ച, അമ്മ തന്നെയായിട്ട് സ്നേഹിച്ചിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ രമേശ് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കും ഞങ്ങള് അമ്മയെ പോലെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ അവനെ അന്ന് സുധിച്ചേട്ടൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തൊട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിന്നെ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതൊക്കെ ഓരോരുത്തരല്ലേ പേഴ്സണൽ, അത് എന്താ അതിന്റെ പിന്നിൽ എന്താണ് അത് അവനറിയാം. എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല. കാരണം ഒരു കുഴപ്പമില്ലാതെ വിളിക്കും, ഇവിടെ വരും, സംസാരിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ എന്താ പെട്ടെന്ന് ഒരു മാറ്റമൊന്നും അവള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അറിയത്തില്ല, അതിൽ എന്താണെന്ന് ഉള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. നമ്മൾ ഈ മക്കളെ 4 പേരെ ഒന്നിച്ചായിരുന്നു അന്നും കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇവനിങ്ങനെ വന്ന് മാറിപ്പോയപ്പോൾ പിന്നെ അതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നീട് കിച്ചു ഈ 18 വയസ്സായ സമയത്ത് നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് കിച്ചുവിനെ ആരുമായിട്ടൊരു കോൺടാക്ട് ഇല്ലായിരുന്നു. കിച്ചുവിനെ എല്ലാവരും ചീത്തയായിരുന്നു എന്ന് വിളിച്ചുകൊണ്ട് രേണു കാണിക്കുന്ന പല കാര്യങ്ങൾക്കും കിച്ചു എതിർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെയൊക്കെ ഓരോ ബ്ലോഗർമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും കിച്ചുവിനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഹിയിട്ട് കഴിയുമ്പോഴാണ് കിച്ചു ഓരോന്നും പറയാനായിട്ട് വന്നത്. പിന്നെ ആ സുധിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നതെന്നൊന്ന് ചിന്തിക്കണം. ഈ ആത്മാവ് എന്നൊക്കെ പറയുന്ന ഒന്നും ഉണ്ട്, ഇല്ലാതെ ഇല്ല കേട്ടോ. അതിന് നടുക്കിർത്തി ചിത്ര ഈ രേണുവിൻ്റെ ചേച്ചി മറന്നു നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നുണ്ട്. അത് ആ വീഡിയോ കാണുന്നവർക്കറിയാം. അതിനകത്ത് മാറ്റി നിർത്തിച്ച് സുധിയുടെ ഫോട്ടോ കാണുന്ന രീതിക്ക് അവിടെ സുധി തന്നെ ബിസിനസ്, അല്ലാതെ വേറൊന്നുമില്ല. തിരിച്ചു വരുന്നത് തന്നെ വീഡിയോ എടുക്കാനാണ്, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാനാണ്. എന്താ പറയാ, കട്ടിലിന്റെ അടിയിൽ ഒരു അവാർഡിന്റെ ഇത് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനഃപൂർവ്വം ഒരു പണി തരാൻ വേണ്ടി ചെയ്ത പോലെ കണക്ക് ഫീൽ ചെയ്യുന്നു. ഞങ്ങള് അന്ന് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. കാരണം അവൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മളോട് അതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു അന്ന്. ഇവൻ ഇങ്ങനെ ഇത് വന്ന് ഇട്ടപ്പോഴും അപ്പൊ ഈ പിള്ളേർ കുഞ്ഞാ, അത് മഴ സീസൺ ആയിരുന്നു അന്ന്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വെക്കാൻ ഷെൽഫും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ. അന്നേരം ഇത് ഈ പിള്ളേർ വീട്ടിൽ അതെല്ലാം കൂടെ എടുത്ത് നിരത്തി ഇടുക എന്തോ ചെയ്ത് അന്നേരമായിരുന്നു കിച്ചു വന്നപ്പം. അത് കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നത്. നമുക്ക് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം കിച്ചു ഞാൻ ഓർത്ത് എന്നാ ഇവൻ ശ്രദ്ധിച്ച് കാണത്തില്ല, ഇവ ശ്രദ്ധിക്കാതെ ഇന്ന് കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് കിച്ചു ഇത് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് പോലും വിചാരിക്കുന്നത്. അല്ല, അവനതൊന്നും അറിഞ്ഞോണ്ടല്ല, അവൻ അറിയാതെ വീഡിയോ എടുത്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. ചിത്രയുടെ ബുദ്ധി ഉണ്ടല്ലോ, വിമാനമാണ് വിമാനം കേട്ടോ. ചിത്ര 1 വർഷം മുന്നേ നടന്ന സംഭവമാണ് ചിത്ര ഇത്രയും ഓർത്തിരുന്ന് അവരോട് ഇത്രയും കാര്യമായിട്ട് ചോദിച്ചത്. ചിത്രയ്ക്ക് ഭയങ്കര ഓർമ്മയാണ് കേട്ടോ, ഭയങ്കര ഒരു പ്രത്യേകതരം ഒരു അവതാരക തന്നെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത്ര 1 വർഷം മുമ്പ് നടന്ന കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു വീഡിയോ. ഒരിക്കലും കിച്ചു അത് ഒരു അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അല്ല കിച്ചു അവിടെ പോയത്. ഋതപ്പനാണ് അതെടുത്ത് കാണിക്കുന്നത്, ഇത് അമ്മയ്ക്ക് കിട്ടിയ ട്രോഫിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കിച്ചുവിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ TV സ്റ്റാൻഡ് എവിടെ അങ്ങോട്ട് ട്രോഫി ഇരിപ്പുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഋതപ്പൻ തന്നെയാണ് പറയുന്നത് അച്ഛൻ്റെ ട്രോഫി എല്ലാം വെച്ചേക്ക് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്നതാണ് ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ട്രോഫി ഏലും എടുത്താൽ രേണുവിൻ്റെ ഇരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൾ ഒരു ട്രോഫി വെക്കാൻ സ്ഥലം ഉള്ളതെന്നാണ് അവരുടെ വീട്ടുകാർ മൊത്തം പറയുന്നത്. വേറെ രേണു പറഞ്ഞത് വേറെ വെക്കാനുള്ള സ്ഥലമില്ല.
ആ ഒരു ഇതും ഒന്നും വെക്കാതെ സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ട്രോഫി എല്ലാം ചാക്കിനകത്ത് കട്ടിലിൻ്റെ അടി. അയാൾ കഷ്ടപ്പെട്ട് അയാളുടെ കലയിലൂടെ അയാൾ മേടിച്ചെടുത്ത ട്രോഫിയൊക്കെ അതെല്ലാം കട്ടിലിൻ്റെ അടി. അപ്പോൾ അത് കണ്ടപ്പോൾ അവനൊരു പക്ഷേ നൊന്ത് കാണും, അവനൊരു വേദനിച്ച് കാണും. അന്നേരം അവൻ ആ വീഡിയോ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. അത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് എടുത്തത് അറിയാതെ എടുത്തതാണ്, അറിഞ്ഞുകൊണ്ട് എടുത്തതല്ല. ഇവരെ മോശമാക്കാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ലെന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. 1 വർഷം മുമ്പ് നടന്നതാണ്, സമ്മതിക്കണം. ഈ ചാനൽ തന്നെ അടിപൊളിയല്ലേ. 1 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇത്രയും ഓർമ്മയോട് കൂടി രേണു ചെയ്ത് ഒന്നും അവർക്ക് അറിയത്തില്ല കേട്ടോ. ഒരു കാര്യം അവർക്ക് അറിയത്തില്ല, ഒന്നും അവർ കണ്ടിട്ടുമില്ല. ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അവർക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. കിച്ചു ചെയ്തതെല്ലാം ഒട്ടും മറന്നു പോകാം. 1 വർഷം മുമ്പ് നടന്ന സംഭവം വരെ മറന്നു പോകാതെ അവർക്ക് ഓർമ്മയുണ്ട്. ഒക്കെ റീച്ച് ഒക്കെ പൈസ ഒക്കെ, പക്ഷെ ഒരാളെ ക്രൂശിക്കുന്നതിനും ഒരു ലിമിറ്റ് ഇല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വിശ്വാസമുണ്ട്, ഇതും കൂടെ കഴിഞ്ഞിട്ടേ, സർജറിയും കൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ആവുന്നൊരു ഓക്കെ ആവും. ഇപ്പൊ മോനി രേണുസുതിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു അങ്ങനെ. കാരണം അവള് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ അതിന് കുറ്റം അവളുമാര് എങ്ങനെ കിടന്നതാ, ഇപ്പൊ അവള് നടക്കുന്ന കോളനി കിടന്ന, അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഞങ്ങള് അന്നും അതെ, കോളനി എന്ന് പറഞ്ഞാൽ വെറും കോളനി അല്ല, ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞാൽ അറിയാം. ലക്ഷം വീട് കോളനി എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവർക്ക് സർക്കാർ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല, അത് സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ലക്ഷം വീട് കോളനി. ആ ലക്ഷം വീട് കോളനി പോയി വാടകയ്ക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഓർത്ത് നോക്കി. അങ്ങനെ ലക്ഷം വീട് കോളനി സ്വന്തം അതുപോലെ സ്വന്തമായിട്ടില്ല, അവിടെ വാടകയ്ക്ക് താമസിച്ചവരാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെയുള്ളവര് ഇങ്ങനെ നടക്കണ്ടെന്നല്ലേ, രേണു ഒരു നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കണ്ട, അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലിരിക്കും. ഇതിനകത്ത് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റീച്ച് ഓക്കെ, കണ്ടന്റ് ഓക്കെ, പൈസയൊക്കെ. പക്ഷെ ഒരാളെ ഇത്രയൊക്കെ ആക്കുന്നതിന് അപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ ബോധമുണ്ട് അല്ലേ ചിത്ര? നിനക്ക് ബോധമുണ്ട് ആ കൊച്ചിനെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്? കണ്ടന്റ് ഓക്കെ, റീച്ച് ഓക്കെ, പണം ഓക്കെ. പക്ഷെ ഒരു മനുഷ്യനെ ഇത്രയും ഇങ്ങനെ ക്രൂശിക്കരുത് കേട്ടോ. ഇത്രയും നിനക്കിനി ഒരു കൂടപ്പുറപ്പുണ്ടോ അല്ലെങ്കിൽ ഒരു അനിയനുണ്ടോ ചേട്ടനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ ഒരു നിമിഷം ആ കിച്ചുവിനെ ആ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാകും. നീ ഇപ്പം ഈ പറഞ്ഞ വാക്ക് ഇത് രേണുവിനെ പറയുന്നതിന് പറഞ്ഞതാണ്, രേണുവിനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. അവർ വരുത്തി വെച്ചതാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന ഡ്രസ്സിൻ്റെ കാര്യം, രേണു ഇടുന്ന ഒരു ഡ്രസ്സിനും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. രേണു ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയുള്ള വൃത്തികെട്ട ഡ്രസ്സുകൾ ഇടുമ്പോഴാണ് ഇവർക്ക് മാന്യമായിട്ട് ഡ്രസ്സ് ഇടത്തില്ലെന്ന് ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു കോളനി താമസിച്ചെന്നോ അല്ലെങ്കിൽ ഒരു തെരുവിൽ താമസിച്ചെന്നോ അവരൊന്നും തുണി ഉടുക്കണമെന്നൊന്നും ആരും പറയല്ല. കഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി തുണി ഉടുക്കുന്നതിന് ആർക്കുമില്ല, അവർ ഇഷ്ടമാണത്. പക്ഷെ അത് ഉടുക്കുന്നത് മാന്യമായിട്ടായിരിക്കണം. അല്ലെങ്കിൽ കണ്ടന്റ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ എടുത്ത വീഡിയോസൊക്കെ ഇപ്പോൾ പല ചാനലുണ്ട്, എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ പലരും എടുത്തിട്ടുണ്ട്. എവിടെയാണ് വീഡിയോ എടുക്കാൻ എടുത്ത് കൊടുക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതും ഉള്ളതെല്ലാം കണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ നിങ്ങളുടെ ഡ്രസ്സിനെ എതിർത്തിട്ടുണ്ട്, അല്ലാതെ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കോളനിയിൽ ഇത്രയും ബുദ്ധിമുട്ടി കഴിഞ്ഞു എന്നിവർ പറയുന്നു. ചേട്ടൻ എഞ്ചിനീയറാണ്, ചേച്ചി നേഴ്സാണ്, ചേട്ടാപ്പി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കളഞ്ഞേച്ചാണ് മെഡിക്കൽ കോളേജിൻ്റെ ഇത് ഏറ്റെടുത്തത്, പെയിൻറ്റിങ്ങിൻ്റെ ഇത് ഏറ്റെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ജോലിയേക്കാൾ കൂടുതൽ ശമ്പളം അതിന് കിട്ടുന്നതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു വർക്ക് ഏറ്റെടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടുന്ന് മാറി വേറെ എങ്ങോട്ടേലും മാറി താമസിക്കണം നിവൃത്തിയില്ലായിരുന്നു. എല്ലാം നിങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. കാണാൻ വരാത്തതിൽ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നില്ല, ചേച്ചിക്ക് സങ്കടം ഉണ്ടെന്നുള്ളത് തോന്നുന്നുണ്ട്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സങ്കടം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല, വിചാരിച്ചിട്ട് കാര്യമില്ല, ഉണ്ടാകാതിരിക്കത്തില്ല. കാരണം നമ്മൾ ഒന്നും കണ്ടിട്ടോ ഒന്നിനു വേണ്ടിയല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ മക്കളെ പോലെ ചേർത്ത് നിർത്തിയതാണ്. കാരണം അന്ന് അത് പറയാൻ കാരണം, ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയാൻ കാരണം, അന്ന് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് 18 വയസ്സ് വരെ വിദ്യാഭ്യാസമുള്ള സമയത്താണ് ഞങ്ങൾ ചേർത്ത്. ഇന്ന് അവൻ ബിസിനസ്സായി. ഇപ്പൊ ചേർത്ത് പിടിക്കുന്ന ഒരു ഉദ്ദേശമുള്ള ഒരു കുട്ടിയെ ഞങ്ങളുടെ വീട്ടുകാരും എന്റെ ചേച്ചിയും ചേട്ടനും അവനെ മാറ്റി നിർത്തിയിട്ടില്ല. അന്ന് തൊട്ട് 18 വയസ്സ് 19 വയസ്സോളം ഞങ്ങൾ നോക്കി ഒന്നും കണ്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി കൊല്ലത്ത് ഇല്ലേ, പ്രശ്നം ഉണ്ടാക്കത്തില്ല. സൂചേട്ടൻ എന്നെ വെച്ചേക്കോ ഇല്ല. ഞാൻ അന്ന് നിമിഷം വരെ ഞാൻ അങ്ങനെ കണ്ടു. ഞങ്ങൾ ആരും അവന്റെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അവന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നവരും എന്ത് കണ്ടിട്ടാണെന്ന് നമുക്ക് സാധാരണ വിവരമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. എന്തെങ്കിലും കിച്ചുവിന് മനസ്സിലാവുമായിരിക്കും. ഇപ്പം അത് ശരിയാണ്, വിവരമുള്ള മനുഷ്യർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് രേണു, എല്ലാം മനസ്സിലാവുന്നുണ്ട് വിവരമുള്ള മനുഷ്യർക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്നാന്നും നിങ്ങൾ എന്നാണ് പറയുന്നതെന്നും എല്ലാം സാധാരണ മനുഷ്യർക്കും ബോധമുള്ള മനുഷ്യർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇച്ചിരിയെങ്കിലും തലയ്ക്കകത്ത് വെട്ടമുള്ളവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അവരിപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് ആ കൊച്ചിനെ ഏത് സിറ്റുവേഷനാണ് അവർ കൂട്ടം ചേർത്തത്? താമസിക്കാനൊരു സ്ഥലമില്ലാതെ, പഠിക്കുന്ന കൂടെ തന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാമ്പത്തികമില്ലാതെ, എവിടെ ഒരു റബ്ബറിൻ്റെ ഏതോ ഇതിനകത്ത് ആ കൊച്ച് കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്താണ് സുധീർ ചേട്ടൻ്റെ മക്കൾ. ആ പിള്ളേർ വീഡിയോ കോൾ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പം സുധിയുടെ ചേട്ടൻ്റെ വൈഫാണ് ഈ കൊച്ചിനെ കണ്ടത്. അത് കണ്ടപ്പോഴത്തേക്ക് എത്രയാൾ ഈ 11 വയസ്സ് വരെ ജീവിച്ച കുഞ്ഞ് ആ സമയത്ത് എന്താണേലും അവർ കുളിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതിനെ അത് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കഴുകിച്ചിട്ടുണ്ടായിരിക്കാം, അതിനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഈ സുധിയുടെ ചേട്ടൻ്റെ ഭാര്യയും ഈ സുധിയുടെ അമ്മയും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഏക്കാലും നിങ്ങളുടെ കിട്ടുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കണ്ടല്ലോ. 11 വയസ്സുള്ള കുഞ്ഞാണ്, അവൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനറിയാം. അവന് കുളിപ്പിക്കേണ്ട, ആഹാരം വാരി കൊടുക്കേണ്ട, ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. അവന് തന്നെ കാര്യങ്ങൾ നടക്കും. പിന്നെ അവൻ്റെ അപ്പനും ഉണ്ടായിരുന്നു കൂടെ. അവൻ്റെ അപ്പം പോയതിന് ശേഷമാണ് അവൻ നിങ്ങളെ വിട്ടു പോയത്. അപ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് എന്ത് ഇതുണ്ടായിട്ടാണ് അവൻ നിങ്ങളുടെ അടുത്ത് അവരുടെ സുധിയുടെ വീട്ടിലോട്ടല്ല കൊച്ചു ആദ്യം പോയത്.
അതിന് ഒരിടവും ഇല്ലാതെ അത് പെരുവഴിയിലേക്ക് ഇറങ്ങി പോവുമായിരുന്നു ചെയ്തത്. അത് ഒരു അവകാശം ചോദിച്ച് പിന്നെ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടില്ല. ഇന്ന് വരെ ഒരു സോഷ്യൽ മീഡിയ വന്നിച്ച് അതെനിക്ക് അവകാശപ്പെട്ട വീട്, ആ വീട് എനിക്ക് വേണം എന്നത് പറഞ്ഞിട്ടില്ല. ഒരു കാര്യത്തിൽ ഇപ്പോഴും പറഞ്ഞത് അവന് കഷ്ടപ്പെട്ട് കുറച്ച് സ്ഥലം മേടിക്കണം, ഒരു വീട് വെക്കണം, എന്നെ ആരും അവിടെ ഇറക്കി വിടാത്തൊരു വീട് എനിക്ക് വേണം, ആരുടെ ഔദാര്യം വേണമെന്നല്ല പറയുന്നത്. എന്നിട്ടിപ്പോൾ ആ വീട്ടുകാർക്ക് കുറ്റം. അവർ ആ കിച്ചുവിൻ്റെ പൈസ കണ്ട് കിച്ചു ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് പറയുന്നതാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ മനസ്സ് വരും, നിങ്ങൾക്ക് ഇത്രയും വയ്യ, നിങ്ങൾക്ക് ഇത്രയും അസുഖങ്ങളുണ്ട്. ഇനി ഇവരുടെ രോഗത്തിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ആ വീട്ടുകാർ കിച്ചു അത് മനസ്സിലാക്കും നിങ്ങൾ പറഞ്ഞില്ല, കിച്ചു മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കിച്ചു മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അവിടെ കിച്ചുവിൻ്റെ വായിൽ തന്നെ വന്ന കാര്യമാണ് കിച്ചുവിന് അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന്. നിങ്ങൾ എന്നിട്ട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, പഠിക്കാൻ പോകുന്ന സൗകര്യത്തിന് വേണ്ടി കിച്ചു അവരുടെ വീട്ടിൽ പോയി നിൽക്കുവാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൈസ കൊടുത്തതിൻ്റെ കണക്ക് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്. ഒരു അമ്മയുടെ അപ്പൻ്റെയും കടമയാണ് മക്കളെ ആവശ്യം, അവർക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ആവശ്യം വന്നാൽ കൊടുക്കുക എന്നുള്ളത്. ഇപ്പം സുധിച്ചേട്ടന്റെ ഒരു കാര്യം വന്ന ഒരു സമയത്ത് എന്താ പറയാ, ഇപ്പൊ കിച്ചും കൂടി ഉണ്ട്, അപ്പം ചേച്ചി സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ കിച്ചും കൂടി ഉണ്ട്, ഒരു മോനും കൂടി ഉള്ളതാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം ഈ കല്യാണത്തിന്റെ ഒരു സമയം? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. കിച്ചുനെ സൂചിച്ചാണ് ആദ്യം കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ, അത് നേരത്തെ സൂചിച്ചാണ് ഇവള് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മോനുണ്ട്, നമുക്ക് അങ്ങനെയുള്ള ഒരു ഇത് വന്നുമില്ല, ഇന്നുമില്ല. ചിത്രയുടെ ചോദ്യമൊക്കെ കേട്ടാൽ തോന്നും ഈ രേണു ആദ്യമായിട്ട് കല്യാണം കഴിച്ച സുധിയാന്ന് തോന്നും. ആദ്യമായിട്ട് അവരുടെ സെക്കൻഡ് മാരേജ് ആണ് ഈ സുധിയായിട്ടുള്ളത്, അല്ലാതെ അവരുടെ ഫസ്റ്റ് മാരേജ് അല്ല. നിങ്ങളുടെ ആ ഒരു വർത്തമാനവും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നവർ വിചാരിക്കുന്നതിനെന്നറിയോ, 10-16 ഒരു 18 വയസ്സായ ഒരു പെൺകൊച്ചിനെ കെട്ടുപ്രായമായി, കെട്ടുപ്രായമല്ല കല്യാണ പ്രായത്തിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് സുധി വന്ന് വളച്ചൊടിച്ചെന്ന് കൊണ്ടുപോയതിന് ശേഷം വീട്ടുകാരെ എതിർപ്പുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കുന്നത്. അവർക്ക് എന്ത് എതിർപ്പ് വരാനായിട്ട്, രേണു തന്നെയാണ് അവരുടെ അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നതാണ്. അവിടുത്തെ കമ്മിറ്റി ഓഫീസിൽ പോയി നമ്പരും മേടിച്ച് സുധിയുടെ പുറകെ നടന്ന് സുധിയെ വളച്ചെടുത്ത് കിച്ചുവിനെ കയ്യിലെടുത്ത് അങ്ങനെ ജീവിതം തുടങ്ങാൻ വേറൊരാളെ വിവാഹം കഴിച്ച സ്ത്രീയാണ് ഈ രേണു, അല്ലാതെ ഫസ്റ്റ് മാരേജ് ഒന്നുമല്ല. എങ്ങനെ വെളുപ്പിക്കുന്നത്, ഇത്രയും കൊണ്ട് വെളുപ്പിക്കാതെ ഭയങ്കരമായിട്ട് അങ്ങ് വെളുത്തു പോയിട്ടാണ് വരുന്ന കാര്യം ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. സർജറി അവരെല്ലാം തീരുമാനിച്ച് ഇത്ര കൂടുതലായതുകൊണ്ട് ഫുള്ള് റിമൂവ് ചെയ്യണം. അതായത് ഒരു ബ്രസ്റ്റ് ഫുള്ളും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, സേവ് ചെയ്ത് പറ്റില്ല എന്ന് ആദ്യം നമുക്ക് അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഫുള്ള് റിമൂവ് ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്, ഇപ്പം 34 വയസ്സ് ഉള്ളൂ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു ശരി മനസ്സിലാക്കും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പ്ലാസ്റ്റിക് സർജറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എത്രത്തോളം ഈ ഇത് പുതിയത് നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അതിനുശേഷം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഒരു ബ്രസ്റ്റിനെ ഉള്ളൂ ദൈവം, ഇതിന് പുറത്തോട്ട് വന്നിട്ടില്ല. ആ റൈറ്റ് സൈഡിന്റെ ബ്രസ്റ്റ് ഫുള്ളും കളയണം. ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്, പിന്നീട് അത് അതിന്റെ ഇതായതുകൊണ്ട് ഇപ്പൊ അതാണ് തീരുമാനിച്ചത്. എന്തെങ്കിലും ഒരു മാറ്റം വരാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? പ്ലാസ്റ്റിക് സർജനുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. കാരണം റിമൂവ് ചെയ്യണമെന്ന്, കാരണം അത് ഫസ്റ്റ് തുടക്കത്തിലേ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ അവളുടെ സ്റ്റേജ് 3rd C ആയി, 3rd കഴിഞ്ഞ്, അതുകൊണ്ട് പിന്നെ അത് ഫുള്ള് റിമൂവ് ചെയ്യണമെന്നാ. ഇപ്പൊ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇത് വന്നില്ലേ? കേട്ടില്ല, നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു എന്തുവാ, ഇവർക്ക് ചെറുപ്പം മുതലേ ഉണ്ടെന്ന് ഇവർക്ക് അറിയായിരുന്നു, ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇവർക്ക് അറിയായിരുന്നു, ഇവരതിന് ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ സബ് തുടങ്ങിയത് എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞത്. ഇപ്പോൾ ഇവർ പറഞ്ഞു കേട്ടോ, നേരത്തെ ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇത്രയും വഷളാകുകയല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പോലും അറിയാതെ സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഒരു ഇതന്നെ പ്രകൃതിയുടെ ഒരു ഇതാണ്. സത്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് അറിയാതെ വന്നു പോകും. അതാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് ഇവർക്ക് മാറുമെന്ന് ഞങ്ങളുടെ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവർ പണ്ടത്തേനപ്പുറമായിട്ട് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. ഇവർ ഇന്നലെ സ്വന്തമായിട്ടൊരു വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നതൊക്കെയാണ് പറയുന്നത്. ഇവർ തീരെ ഔഷധമായിട്ട് കിടന്ന സമയത്ത് ഇവർ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഞാനിതിന് എണീറ്റ് വന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പോകും, ഞാൻ ദൈവവേലയ്ക്ക് പോകും, എന്നിട്ട് എൻ്റെ രോഗം മാറി കിട്ടിയാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയും, ആ കൂടെ എൻ്റെ വർക്കും ഞാൻ എൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം അങ്ങനെയാണ് ഇവർ പറയുന്നത്. മുട്ടുകാല് തല്ലി ഓടിക്കും അവിടെ ചെല്ലുന്നവരുടെ. അതുപോലെ തന്നെ അവർ ഓരോരുത്തരെയും എന്ന് നടന്ന സംഭവത്തിനാണെന്നറിയാം ഇവരിപ്പോൾ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പേ നടന്ന സംഭവങ്ങൾക്കാണ് ഇവർ അന്നേരം അല്ല അത് വിഷയം ഉണ്ടാക്കിയവർ, ഇപ്പോഴാണ് അവർ വിഷയം ഉണ്ടാക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ബിഗ് ബോസും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് ഇതായപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും പിന്നെ ഇപ്പോൾ അനുമോടെ കല്യാണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയ വന്നിട്ട്. പിന്നെ റോബിൻ്റെ വിഷയം ഇതെല്ലാം വന്നപ്പം രേണു ഇതിൽ മുങ്ങിപ്പോയി. അപ്പോൾ രേണുവിനൊരു തോന്നലായി എൻ്റെ ഈ അസുഖം ഇപ്പോൾ മാറിക്കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് റീച്ചായിട്ട് നിന്ന് ഒരു നെഗറ്റീവിലൂടെ തന്നെയാണല്ലോ പുള്ളിക്കാർ വരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ നെഗറ്റീവിലൂടെ തന്നെ വരാൻ വേണ്ടിയാണ് പുള്ളിക്കാർ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തേക്കുന്നത്. അതിന് പറ്റിയ ചാനലിനെയും കിട്ടി, എല്ലാം കിട്ടി. അവർ പുറത്ത് കൊണ്ടുവന്നു, കുറേ കാര്യങ്ങളും കൊണ്ടുവന്നു, മൊത്തത്തിൽ നെഗറ്റീവായി. ഇപ്പോൾ വീണ്ടും എല്ലാവരുടെയും സംസാര വിഷയം രേണുവായി. രേണുവിനെ പോലെ ഒരു വ്യക്തി ഉണ്ടല്ലോ വേറെ ആരും കാണുകയില്ല. ഇതൊരു വെറൈറ്റി സംഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ വൈറലാകണമെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. എങ്ങനെ അത് ആരെ തൊട്ടാലെന്നറിയാം. ഷെബീന ബീബിയെ തൊട്ടാൽ വൈറലാവുമെന്നറിയാം, അതുല്ലെ തൊട്ട വൈറലാവുന്നറിയാം, വിവിയെ തൊട്ട ബീവിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തെ വിവിയെ തൊട്ട വൈറലാവുന്നറിയാം. വിവിയുടെ കാര്യം പറഞ്ഞാൽ വിവി പറഞ്ഞ കാര്യങ്ങൾ വിവി മാത്രമല്ല അത് പറഞ്ഞേക്കുന്നത്, എല്ലാ ബ്ലോഗർമാരും പറഞ്ഞു, എല്ലാ കമൻറ്റിലും അത് പറഞ്ഞു. ഏതൊരു വീഡിയോ നിങ്ങളുടെ ചാനലിൽ തന്നെ കമൻറ്റിൽ അത് വന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്ന എനിക്ക് മോന്തി അടിച്ച് പറിക്കുമെന്നും പറഞ്ഞിട്ട്
എല്ലാവരും പറ്റും. അത് തന്നെ വി പറഞ്ഞുള്ളൂ. അതിന് വി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്ര നോക്കാനായിട്ട്? വി അല്ലാതെ വേറെ വല്ലതും പറഞ്ഞോ നിങ്ങളെ? ഒരു അമ്മയോട് ചോദിക്കാൻ കൊള്ളുന്ന ചോദ്യമാണോ എന്ന് മാത്രമേ വി ചോദിച്ചുള്ളൂ. അതിൽ വലിയ തെറ്റായിട്ടൊന്നും ആർക്കും തോന്നിയിട്ടില്ല. നിങ്ങൾ വിയെ പറയുന്നുണ്ടല്ലോ. അത് ഇവരൊക്കെ വലിയ റീച്ചുള്ള ചാനലുകാരാണ്, അതുകൊണ്ട് ഇവരൊക്കെ എടുത്തിട്ട് അലക്കുന്നത്. എന്നാലേ പുള്ളിക്കാർ ശ്രദ്ധിക്കപ്പെടുത്തുള്ളൂ. പക്ഷെ എനിക്കത് വി അനങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. വി ഇതൊക്കെ ചില കേസായിട്ട് കണ്ടാൽ തോന്നുന്നു വിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അതിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഷെബീന ബീബിയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് പുള്ളിക്കാർക്ക് ആവശ്യവും. എന്നാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് കിച്ചന് ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.